കർത്താവെ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ ഓരോ അനുഭവങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരിക്കപ്പെട്ട സാക്ഷിയായി ജീവിക്കുവാൻ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലെ പിരിമുറുക്കത്തോടുകൂടി ഉറക്കമില്ലാത്തവർ, പ്രഷർ കൂടുന്നവർ, അതിൻ്റെ പേരിൽ പല പല രോഗങ്ങളാൽ മനസ്സിടിഞ്ഞു പോകുന്നവർ ഉണ്ട്. കർത്താവെ, ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ അവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ അനുസ്മരിക്കണമേ. കർത്താവെ, നിന്റെ നാമത്തിൽ അടിയൻ ഇക്കാലങ്ങളെല്ലാം ചെയ്തിട്ടുള്ള സുവിശേഷ വേലകളെ നീ ഓർക്കണമേ. അത് ഓർത്തുകൊണ്ട് ആരെല്ലാം ഇപ്പോഴും ഈ പ്രാർത്ഥനയുടെ കീഴിൽ വരുന്നുവോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്വാസം പ്രാപിക്കുന്നതിന് വേണ്ടി നിന്റെ തിരുസന്നിധിയിൽ കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നിൽക്കുന്നുവോ, കർത്താവെ, അതെല്ലാം അവരുടെ യോഗ്യത കൊണ്ടല്ല, ഞങ്ങളുടെ പാപങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയാൽ നീ അവരുടെ കണ്ണെത്തുന്നതെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയിൽ ശിരസ്സ് നമിച്ചുകൊണ്ട് കൈകൾ കൂപ്പി നിൽക്കുന്ന, അതിരുപൊടി നിൽക്കുന്ന മക്കളുടെ മേൽ നിര തിരുമുറുപാടുന്ന വലതുകിടത്തിൻ്റെ ആശീർവാദം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, എല്ലാ മാലാഖമാരെ, രക്തസാക്ഷികളെ, വിശ്വാസപിതാവെ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവെ, സുവിശേഷത്തിന് വേണ്ടി രാത്രിയും പകലും ജീവിക്കുന്ന അനേകം മക്കളുണ്ട്. കർത്താവെ, അവിടെ പ്രാർത്ഥന ചേർത്തുകൊണ്ട് കർത്താവെ, അത്ര കണ്ട് സുവിശേഷ വിഹിതമല്ല എന്ന ജീവിതത്തിലെ താങ്ങാനാവാത്ത ജീവിത പ്രസംഗമായിട്ട് ദൈവദിവസത്തിന് വരാൻ പോലും യോഗ്യതയില്ലെന്ന് കരുതിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് മടിഞ്ഞു നിൽക്കുന്ന മക്കളുടെ മേൽ കർത്താവെ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ യോഗ്യതയാൽ, സഭയുടെ പ്രാർത്ഥനയുടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ യോഗ്യതയാൽ അങ്ങ് ഈ പ്രഭാതത്തിൽ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ജീവിക്കാൻ മാർഗമില്ലാത്തവരെ, ജീവിത മാർഗങ്ങൾ നഷ്ടപ്പെട്ടു പോയവരെ, ജപ്തിക്കും അതുപോലെ തന്നെ വിറ്റുമാറി അന്യാധീനപ്പെട്ടു പോയവരെ, ഇങ്ങനെ ഓരോരോ തരത്തിൽ ഓരോരോ വിഷമത അനുഭവിക്കുന്നുണ്ട്. ഈശോയെ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ 40-ലേറെ വർഷമായിട്ടും കർത്താവ് ജീവിത പങ്കാളി കിട്ടാത്തവരുണ്ട്. ഈശോയെ, അവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരോ ഉദ്യമത്തിനായി കർത്താവ്, അങ്ങയുടെ മക്കൾ അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് അങ്ങയുടെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ കർത്താവ്, അവരുടെ യോഗ്യതയല്ല, അവരുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ട് അവർ കണ്ണീരോടെയാണ് വിതക്കുന്നതെങ്കിലും കർത്താവ്, ജയഘോഷത്തോടെ കുവിത കറ്റയുമായി തിരിച്ചെത്തുന്ന കർഷകനെ പോലെ സങ്കീർത്തനത്തിൽ പാടുന്ന പോലെ കർത്താവ് തിരിച്ചു വരാൻ, നിന്റെ നാമത്തെ മഹത്വത്തിൽ തിരിച്ചു വരാൻ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ നാമത്തിൽ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധാത്മ ശക്തിയെ ആശീർവദിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മൾ നോൻപിലൂടെ കടന്നു പോവുകയാണ്. തപസ്സിൻ്റെ ഒരു കാലം എന്താണ് ഉദ്ദേശിക്കുന്നത്? തപസ്സിൻ്റെ ഒരു കാലം, അതായത് സഭ നമ്മുടെ നിത്യത്തിലേക്കുള്ള യാത്രയിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട്
എന്തിനാണ് നോൻപെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമാവർത്തനമാണിത് പറയണത്. കാര്യം നമ്മൾ ഉപവാസമല്ലേ. ഇപ്പോൾ ഉപവാസം ഒന്നാമത്തെ എന്താണ്? ഭക്ഷണപാനീയങ്ങളുടെ മേലുള്ള മിതത്വം പാലിക്കൽ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. അപ്പോഴേ എന്തിനാണ് അങ്ങനെ ഭക്ഷണപാനീയങ്ങളുടെ മിതത്വം പാലിച്ച് നമ്മൾ ഒരു നേരമോ 2 നേരമോ ഉപവസിക്കണേ? എന്തുകൊണ്ടാണ്? അപ്പോൾ വിശപ്പ് അറിയണേ. നിയമാവർത്തന പുസ്തകമാണ് അതിൻ്റെ മെയിൻ സംഭവം. എന്തിനാണ് വിശപ്പ് അറിയണത്? നിയമാവർത്തനം 8:3 എടുത്തേ. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും വിശപ്പ് അറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല. അത് നമുക്ക് അടുത്ത പ്രാവശ്യത്തെ ധ്യാനത്തിലിടുക. അപ്പം കൊണ്ട് മാത്രമല്ല. അപ്പം ഇവിടെ എന്താണ് വിശപ്പറിയാൻ വിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നോൻപിൻ്റെ ഉദ്ദേശം എന്താണ്? വിശപ്പ് അറിയാൻ വിടുക തന്നെയാണ്. അപ്പം നമ്മൾ ഓർക്കും വിശപ്പ്, നമ്മുടെ വിശപ്പ്, നമുക്ക് വിശപ്പുണ്ടെന്ന് നമ്മൾ അറിയണം. അത് മാത്രമല്ല സംഭവം, മറ്റുള്ളവരുടെ വിശപ്പ് നമ്മൾ അറിയണം. മറ്റുള്ളവരുടെ വിശപ്പ് അറിയുമ്പോൾ പഴയ നിയമത്തിൽ എളിമപ്പെടുത്താൻ വേണ്ടിയുള്ള അഹങ്കാരം അമർച്ച ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പക്ഷെ പഴയ നിയമത്തിൽ വിശപ്പ് അറിയുന്നത് നിയമാവർത്തനം 8:3 അനുസരിച്ചുകൊണ്ട് അഹങ്കാരം അമർച്ച ചെയ്യുക, എളിമപ്പെടുത്തുക, എന്നിട്ട് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കാനുള്ള സാഹചര്യം സംജാതമാക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് നമ്മൾ സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, കർത്താവിൻ്റെ ആത്മാവിലാണെന്ന് പറയണില്ലേ? സക്കറിയായിൽ നമ്മൾ വായിക്കണേ 4:6. അതിൻ്റെ കാരണം എന്താണ്? ഈ സൈന്യവും ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു സ്പേസ് ഉണ്ട്. എനിക്ക് കഴിവ്, എൻ്റെ പണം, എൻ്റെ പാർട്ടി, എൻ്റെ ബുദ്ധി. പക്ഷെ അങ്ങനെ പറയുമല്ലോ, എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു. ചേട്ടാനിമാരും വഴക്കെഴുമ്പോൾ പറയത്തില്ലേ, നീ പഠിച്ചില്ല, അതിന് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു, ഞാൻ ജയിച്ചു, എനിക്ക് ജോലി കിട്ടി, നീ പഠിച്ചില്ല. അപ്പോഴ് നീയോ ഞാനോ എന്നൊക്കെ വെച്ചോണ്ട് അപ്പം ഞാൻ എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു. അതൊക്കെ ബുദ്ധി എവിടെ നിന്ന് കിട്ടി? ദൈവം തന്നതല്ലേ. അതൊന്ന് മനസ്സിലാക്കുമ്പോഴല്ല എളിമ വരണത്. അല്ലെങ്കിൽ അതിൻ്റെ താനെ തന്നെ ഉണ്ടാക്കിയെടുത്ത ബുദ്ധിയാണെന്ന് തോന്നിപ്പോകും. ബുദ്ധി ഇല്ലാത്ത അവസരമാണ് നീ ജനിച്ചതെങ്കിൽ എന്ത് ചെയ്തേനെ? അപ്പം അതൊക്കെ ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിയണം. ഈ നോൻപിൻ്റെ ഉദ്ദേശം അങ്ങനെയാണ് നമ്മൾ എളിമപ്പെടണത്. അത് പൗലോസ് അവസാനം പറയും. പൗലോസ് ഭയങ്കര വില്ലനായിരുന്നു. നിങ്ങൾ റോമൻ പൗരനാണെങ്കിൽ ഞാനും റോമൻ പൗരനാണ് എന്നൊക്കെ പറയുന്ന ആളായിരുന്നു. അവസാനം അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ എന്തായിരിക്കുന്നുവോ അത് കർത്താവിൻ്റെ കൃപയാലാണെന്ന് പറയും. ഇത് ഒരു പറച്ചിലല്ല, ഒരു അറിവിനേക്കാളുപരി ഒരു തിരിച്ചറിവാണ്. അതായത് നോൻപ് കാലത്ത് ഒരു തിരിച്ചറിവുണ്ടാവണം. അതിനാണ് എളിമപ്പെടണമെന്ന് പറയണത്. ഇങ്ങനെ പറയും, റെഡിമെയ്ഡായിട്ട് അലക്കി തെച്ച വർത്തമാനങ്ങൾ നമുക്ക് എത്ര വേണമെങ്കിലും പറയാം. എളിമയായിട്ട് തോന്നും. ചുമ്മാ മനസ്സിൽ തട്ടണമെന്നല്ല. ഒരു മനുഷ്യൻ്റെ തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവിലേക്ക് അവൻ തന്നെ അത് മനസ്സിലാക്കും. എന്താണ്? നമ്മളുടെ വീക്ക്നെസ് മനസ്സിലാക്കും. അപ്പം അത് ആ മനസ്സിലാക്കുമ്പോൾ അറിയാവുന്ന ഒരു അന്തർജ്ഞാനമുണ്ട്. അതെന്താണ്? അതെന്ന് പറയണത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് കർത്താവിൻ്റെ കൃപയാലാണ്. അപ്പം ദൈവത്തിനായിരിക്കും 1-ാം സ്ഥാനം കൊടുത്ത് നമ്മൾ ചിന്തിക്കുന്നത്, പെരുമാറുന്നത്, സംസാരിക്കുന്നത്, സമീപിക്കുന്നത്. അതൊരു സമ്പ്രദായമായി മാറും, നമ്മുടെ തന്നെ ഒരു സംസ്കാരമായിട്ട് മാറും. അല്ലെങ്കിൽ നോൻപ് കാലത്ത് ഈ സംസ്കാര രൂപീകരണമാണ് ശരിക്കും പറഞ്ഞാൽ സുവിശേഷ വിഹിതമായ അനുഗ്രഹം ആവഹിക്കാനും ദൈവത്തിന് വേണ്ടി ജീവിക്കാനും വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പരുവപ്പെടുത്തലാണ് ഈ നോൻപ് കാലം എന്ന് പറയണത്. അല്ലെങ്കിൽ പാപത്തിന് പരിഹാരം ചെയ്യണത് മാത്രമല്ല. ഇതാണ് 1 കൊരിന്ത്യർ 15:10 എന്ന് പറയണത്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അപ്പൊ ഞാനല്ല എന്ന് പറയണില്ലേ? ഞാൻ ആണെന്നല്ല പുള്ളി അദ്ദേഹം പറഞ്ഞത്. ആദ്യം നിങ്ങൾ ഞാൻ ഹെബ്രായനാണ്, റോമൻ പൗരനാണ്, പരിസയനാണ്, ഞാൻ ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയണത് ഞാനല്ല എന്ന് പറയത്തില്ലേ? ആദ്യത്തെ അറിവും
പിന്നത്തെ തിരിച്ചറിവുമാണ്. പക്ഷേ തിരിച്ചറിവ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ്? ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഇക്കോളജി, ഒരു സ്പിരിച്വൽ ഇക്കോളജി, ഒരു ആധ്യാത്മിക പരിസ്ഥിതി രൂപീകരിക്കുന്ന ഒരു കാലമാണ് ശരിക്കും പറഞ്ഞാൽ നോൻപ് കാലം. നോൻപ് കാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് സ്വഭാവം, ഒരു മനുഷ്യൻ്റെ സ്വഭാവമില്ലേ, അത് ചിലപ്പോൾ സുവിശേഷ ആയിരിക്കത്തില്ല. സ്വന്തം ഭാവത്തെ സുവിശേഷ വിഹിതമാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ നോൻപ് കാലത്ത് നടക്കുന്നത്. നോൻപ് കാലം അത് ദൈവസ്നേഹമുള്ളവർക്ക് അത് തുടർക്കാലമാണത്. സ്വന്തം ഭാവം, ഈ സ്വഭാവം പിന്നീട് സുവിശേഷ വിഹിതമായി കഴിയുമ്പോൾ സുവിശേഷ ഭാവമായി മാറും. ഈ സുവിശേഷ ഭാവം പിന്നീട് സുവിശേഷ ഭാവമായതിന് അത് റെക്കർ ചെയ്ത് വരുമ്പോൾ സുവിശേഷ ശീലങ്ങൾ വരും. ഹാബിറ്റ്, ഇറ്റ് റിപ്പീറ്റഡ് ആക്ഷൻ ആണല്ലേ ഹാബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ശീലം, സ്റ്റൈല്, ഒരു സുവിശേഷത്തിൻ്റെ സ്റ്റൈല് വരും ലൈഫിൽ. പിന്നെ ഈ സ്റ്റൈല്, ശീലം തന്നെ പിന്നെ റെക്കർ ചെയ്ത് കുറേ വർഷങ്ങൾ എടുത്തു കഴിയുമ്പോൾ അതൊരു ശീലം, ഒരു സമ്പ്രദായമായി മാറും. അപ്പോൾ അവിടെ ഒരു സമൂഹം കൂടി ഉണ്ടാകും അതിൻ്റെ കൂടെ. കാരണം അതേ ശൈലിയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു സമൂഹം ഉണ്ടാകും. സമൂഹം സമ്യക്കായിട്ട് ഇങ്ങനെ അത് ഒരേ രീതി പ്രവർത്തിച്ച് വരുമ്പോഴാണ് നമ്മൾ സമ്പ്രദായങ്ങൾ ഉണ്ടാകുന്നത്. ഈ സമ്പ്രദായങ്ങൾ കാലങ്ങളെ ഒരു സമൂഹം, ഒരു പ്രത്യേക സമ്പ്രദായത്തിൽ വളരുന്ന സമൂഹം അല്ലെങ്കിൽ സമുദായം, അത് കാലങ്ങളിലൂടെ സഞ്ചരിച്ച് കഴിയുമ്പോൾ സംസ്കാരമായിട്ട് മാറും. അപ്പോൾ നോൻപിൻ്റെ ഉദ്ദേശം ഒരു സുവിശേഷ സംസ്കാരം നിങ്ങളിൽ രൂപപ്പെട്ട് വരിക എന്നുള്ളത്, നമ്മളിൽ രൂപപ്പെട്ട് വരിക എന്നുള്ളതാണ്. അങ്ങനെയുള്ള വളരെ അതിൻ്റെ ഒരു നാന്ദിയായിട്ടാണ് ഈ കരിക്കുരു നമ്മൾ നെറ്റിൽ പൂശുന്നത്. അല്ലാതെ കുർബാന സ്വീകരിച്ച ശേഷം ചില അണ്ണന്മാർ പറഞ്ഞ് നിൻ്റെ എന്ന് പറഞ്ഞിട്ട് അയ്യോ ഞാൻ കുർബാന സ്വീകരിച്ചാണെന്ന് പറഞ്ഞ് നാക്കെ കുറിച്ചിടും. അപ്പോൾ ദാറ്റ് മീൻസ് ഇയാൾക്ക് മാറ്റമൊന്നുമില്ല. പിന്നെ അയാൾ ഒരു ദൈവത്തിൽ നിരക്കാത്തൊരു വാക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓർക്കണം മാത്രമേ ഉള്ളൂ. മെക്കാനിക്കലായിട്ടുള്ളൊരു വെടിനിർത്തലാണത്. അതല്ല, മറിച്ച് അങ്ങനെ ഒരു സാധനം നമ്മൾക്കിന്ന് വരത്തില്ല. അപ്പം അതുകൊണ്ടാണ് അങ്ങനെയുള്ള നോൻപുകളാണ് സത്യസന്ധമായിട്ടുള്ള ദൈവാന്വേഷണത്തിൻ്റെ കാലം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് കൊന്നകൾ പൂക്കുന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ തുടങ്ങിയതാണ്. ആത്മാവിൻ്റെ കൃപയുടെ പൂക്കാലമാണ് ശരിക്കും നോൻപ് കാലം. നല്ല നോൻപ് കാലം ആശംസിക്കുന്നു. ആരാധന ആരാധന യേശുനാഥ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എവിടെയെല്ലാം കവനന്റ് പറഞ്ഞിട്ടുണ്ടോ, എവിടെയെല്ലാം ഉടമ്പടിയെക്കുറിച്ച് ദൈവം പറഞ്ഞിട്ടുണ്ടോ, അവിടെയെല്ലാം പുതിയ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം പുതിയ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, എവിടെയെല്ലാം ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, അവിടെയെല്ലാം ദൈവം പറഞ്ഞിരിക്കുന്നത് പുതു ചൈതന്യത്തെക്കുറിച്ചാണ്, പുതിയ ആത്മാവിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓർക്കുക, ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആത്മാവിനെയും ആത്മാവിൻ്റെ ബലങ്ങളെയുമാണ്. കൈയടിച്ച് കർത്താവ് പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളോട് ചോദിച്ചതാണ്, നിങ്ങൾ ഉടമ്പടി എടുത്തവരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ദൈവവും നിങ്ങൾ തമ്മിൽ ഉടമ്പടിയിലാണെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന പോലെ ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് തരുക, നവചൈതന്യം നിങ്ങൾ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞാൽ ആ നവചൈതന്യമെന്ന് പറയണത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങൾക്ക് ഒരു ശരീരത്തിൽ നമുക്ക് ടയർഡൊക്കെ തോന്നാം, പക്ഷേ ആത്മാവിന് സന്തോഷം തോന്നണം. ഉടമ്പടി ഫലിച്ചിട്ടുണ്ടെന്നറിയണം എങ്ങനെയാണ്? ചില ആൾക്കാർ പറയും മരുന്ന് പിടിച്ചിട്ടുണ്ടെന്നാ തോന്നണമെന്ന് പറയത്തില്ലേ? ചിലർ പറയും മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ പറയും മരുന്ന് പിടിച്ചിട്ടുണ്ടെന്നാണ് തോന്നണത്. അതുപോലെ ഉടമ്പടി പിടിച്ചിട്ടുണ്ടെന്നാണ് തോന്നണത്. ആ തോന്നൽ എങ്ങനെ ഉണ്ടാകും? നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങൾക്ക് സന്തോഷം തോന്നണം. ഒരുപക്ഷെ ശരീരത്തിന് വേദനയായിരിക്കും തോന്നണത്, ശരീരത്തിന് വേദനയായിരിക്കും, കാശ് നഷ്ടമാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം തോന്നുന്നുണ്ടോ എങ്കിൽ ഉടമ്പടി പിടിച്ചിട്ടുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾ ശരീരത്തിൻ്റെ വേദന, കാശ് നട്ടവും ധനനഷ്ടമൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ മനസ്സിൽ സന്തോഷമില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരികയല്ലേ. അങ്ങനെ പറഞ്ഞ് ഉടമ്പടി പിടിച്ചിട്ടില്ല, ദൈവസ്നേഹമല്ല, അത് മനുഷ്യാരൂപിയിലാണ്, ജഡാരൂപിയിലാണ് ചെയ്തിരിക്കുന്നത്. ജഡാരൂപിയിൽ നിങ്ങൾക്ക് ഉടമ്പടിയൊക്കെ ചെയ്യാൻ പറ്റുമോ? എന്താ പ്രശ്നം? ദൈവാരൂപി ചെയ്യണമെങ്കിൽ സന്തോഷമുണ്ടാകും.
അത് ഒരു 10 പേരെ രോഗികളെ കാണാൻ പോയാലും 10 പേരുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞാലും 10 പത്രം 10 സ്ഥലങ്ങളിൽ കൊടുത്താലും വേണമെങ്കിൽ നിങ്ങൾക്ക് 10 പത്രം അടുത്തടുത്ത് കൊടുക്കാൻ പറ്റും. ചിലർ പറയും, അപ്പം ചില വീട്ടിൽ പത്രം കൊടുക്കാൻ ചിലർ പറയും ഇത് ഞങ്ങൾക്ക് കിട്ടിയതാണ്, എന്നാലും ഞാൻ ഇവിടം വരെ വന്നില്ല, ഒന്നുകൂടി ഇരിക്കട്ടെ എന്ന് പറയും. ഇങ്ങനത്തെ അലവലാദികളുണ്ട്, ഭയങ്കര അലവലാദികൾ. ചിലരെ കാണുമ്പോൾ തന്നെ എനിക്കറിയാം ഇത് ഉടമ്പടി പിടിച്ചിട്ടില്ലെന്ന് അറിയാൻ പറ്റും. അതായത് പല വീടുകളിൽ പത്തം കൊണ്ടുണ്ടാക്കിയല്ല, അപ്പോൾ അതിൽ പല ആൾക്കാരും ഉണ്ടല്ലോ ഇതുപോലെ. അപ്പോൾ ഒരു വീട്ടിൽ പത്തം കൊണ്ടൊക്കെ ചെല്ലുമ്പോൾ അവർ പറയും ഏയ് ഇതല്ലേ, ഇതിവിടെ കിട്ടിയതാണ്, എന്നാലും ഞാൻ ഇവിടം വരെ വന്നില്ലേ, വണ്ണം കൂടി ഇരിക്കട്ടെ. എന്ത് അവർക്ക് പോകാൻ കഴിയില്ല. അളിഞ്ഞ മോന്ത്യമായിട്ട് എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ നോക്കുകയാണവർ ഈ വിഷയം. ഒരു ഉടമ്പടി പിടിച്ചിട്ടില്ല, ജന്മത്തെ പിടിക്കത്തില്ല. നിങ്ങൾ ഇവിടെ കൊടുത്ത ആ പത്രത്തിൻ്റെ കാശ് വാങ്ങിച്ചുകൊണ്ട് എപ്പോഴും ഈ ജില്ല വിട്ട് പോകാനേ ഞാൻ പറയത്തുള്ളൂ. കാര്യം നിങ്ങൾക്ക് ഈ പണി പറഞ്ഞിട്ടില്ല, നിങ്ങൾക്കിത് എന്താണെന്ന് അറിയത്തില്ല ഇപ്പോഴും. അത് മര്യാദക്ക് ഓരോ ക്ലാസ്സുകളും കേട്ടിട്ട് എങ്ങനെയാണ് ദൈവസ്നേഹം ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് നോക്കണം. എന്താ കാര്യത്തിൽ നമുക്ക് സന്തോഷം തോന്നണം. നമുക്ക് ശാരീരിക വേദന ഉണ്ടാകും, പക്ഷേ മനസ്സിന് സന്തോഷം തോന്നും. അപ്പോൾ ഉടമ്പടി പിടിച്ച് നിർത്താം. കർത്താവ് എന്താ പറയുന്നത്? ഗർഭിണിയെ പോലെയാണെന്ന്. ഒരു ക്രിസ്ത്യാനിയുടെ സന്തോഷം എന്ന് പറയുന്നത് ഗർഭിണിയെപ്പോലെ എന്നാണ് പറഞ്ഞാൽ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവ പൈതൽ ആര്? ഇപ്പം ന്യായസ്ഥാനപ്പെട്ട ക്രിസ്ത്യാനി എന്നല്ല ഞാൻ പറയണത്. ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തികളെല്ലാം, അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്ന വ്യക്തികളെല്ലാം ക്രിസ്ത്യൻസാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ അവന് നിത്യരക്ഷ കിട്ടും. എക്സ്ട്രാ ആയിട്ട് കിട്ടണത് എന്താണ്? നീ ഒരു ക്രിസ്ത്യനാകുമ്പോൾ നിനക്ക് എക്സ്ട്രാ കിട്ടണത് എന്താണ്? നിത്യതയാണ്. കാര്യം എന്താ ഈശോ പറഞ്ഞത്? എൻ്റെ കൂടെ ക്രിസ്തുവിനോട് മരിക്കുന്നവൻ ക്രിസ്തുവിനോട് കൂടെ ഉയർക്കും. കാര്യം ക്രിസ്തുവിന് വേണ്ടിയല്ലേ നമ്മൾ ലോകത്തിന് മരിക്കണത്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ആ വിശ്വാസം സ്വീകരിക്കുമ്പോൾ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ആ ഒരൊറ്റ വാക്കാണ് കൂടുതലുള്ളത്. മറ്റു മതങ്ങളെക്കാൾ കൂടുതൽ ഇതിനകത്തുള്ളത് ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു സംഭവം എന്താണ്? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ആരും പറയാത്തത് കൊണ്ട്, ക്രിസ്തു മാത്രം പറഞ്ഞത് കൊണ്ട് നിൻ്റെ നിത്യജീവിതത്തിൻ്റെ പേറ്റൻ്റ് ക്രിസ്തുവിനെ ഉയർപ്പിലാണുള്ളത്. കൈയടിച്ച് കർത്താവ് എല്ലുകയാണ്. നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. അതായത് ഒരു വ്യക്തി അവളിൽ തന്നെ ജനിച്ചുകൊണ്ടിരിക്കാം. പുതിയ ജന്മങ്ങളിലേക്ക് അവൻ ജീവിച്ചിരിക്കെ തന്നെ പുതിയ ജന്മങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരിക്കാം. ഇത് സുവിശേഷത്തിൻ്റെ ഒരു ഭയങ്കരമായ ഒരു പ്രക്രിയയാണ്. അതാണ് ഈ ഗർഭിണി എന്ന് പറഞ്ഞല്ലേ. എന്താ ഈശോ പറഞ്ഞത്? 16:21 എടുത്തേ. യോഹന്നാൻ 16:21 ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 16:21 സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. ഓക്കെ. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചത് കൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അപ്പൊ സന്തോഷമുണ്ട്, വേദനയുണ്ട്, ഇല്ലേ? ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ പ്രത്യേക ഗുണമാണ്. അതായത് നമ്മൾക്ക് ശാരീരികം, ഇപ്പോൾ ഒരു സ്ഥലത്ത് നടന്നു പോയി നമ്മൾ പത്രം കൊടുക്കണം, ഒരു ആശുപത്രിയിൽ പോയി രോഗികളെ കാണണം, ഇല്ലേ? അപ്പോൾ കയ്യിൽ നിന്ന് ചിലപ്പോൾ കയ്യിലുള്ള കാശും ബസ് കാശും ഒഴിച്ച് ബാക്കിയുള്ള അവർക്ക് കൊടുക്കുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ശാരീരിക നഷ്ടമാണ്. പക്ഷേ ആ സമയം തന്നെ നമുക്ക് മനസ്സിൽ സന്തോഷം തോന്നണം. സന്തോഷം തോന്നാത്ത ആൾക്കാരുണ്ട്. അവർ ചെയ്യണത്
ടെക്നിക്കലായിട്ടുള്ള ജോലിയാണ്, പ്രേക്ഷിത പ്രവർത്തനമല്ല അത്. അതായത് ഗർഭിണികളെപ്പോലെയാണ്. ഗർഭിണികൾക്ക് എന്താ സംഭവിക്കണത്? അവർ പ്രസവിക്കുമ്പോൾ അവർക്ക് ആ പ്രസവ വേദന ഉണ്ട്, പക്ഷെ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്. കർത്താവ് ഒറ്റ സെമിലിയാണ് ഉപയോഗിച്ചിരിക്കണത്. അത് തന്നെ നമുക്കും ഉള്ളത്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ, കർത്താവിന് വേണ്ടി പ്രേക്ഷിതപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സങ്കടമോ വിഷമമൊക്കെ ഉണ്ടാവും. പക്ഷെ ക്രിസ്തുവിന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. അങ്ങനെ നിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ സന്തോഷമില്ലെങ്കിൽ നീ ചെയ്യണ ജോലി ക്രിസ്തുവിന് വേണ്ടിയുള്ളതല്ല, നിനക്ക് വേണ്ടിയുള്ളതാണ്. ഇത് വിവേചിച്ച് മനസ്സിലാക്കണം. മനസ്സിലായി? ഇത് പെട്ടെന്നൊന്ന് നമ്മളൊരു ഓപ്ഷൻ മാറിക്കിടക്കണമെന്ന് പറഞ്ഞില്ലേ? നമ്മുടെ ഈ ഉടമ്പടി പലപ്പോഴും സെൽഫ് ഓപ്ഷനിൽ കിടക്കുകയാണേ. എന്നുവെച്ചാൽ എൻ്റെ ജോലി, എൻ്റെ വീട്, എൻ്റെ PR അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം നമുക്ക് കയറിപ്പോകാൻ പറ്റുന്നില്ല, ഈ ആഴ്ച ഓഫർ ലെറ്റർ വന്നില്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ പോകാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചാൽ നീ മോന്തം കയറ്റി ഉടമ്പടിയിൽ ഉഴപ്പ് നിൽക്കണമെങ്കിൽ നിൻ്റെ ജോലി നിൻ്റെ വയറ്റിപ്പിഴപ്പായിട്ട് ദൈവത്തെ നീ ദുർവിനിയോഗിക്കുകയാണ്. അതാണ് പ്രശ്നം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നീ ദൈവത്തിനാണ് പ്രാധാന്യം എന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിനറിയാം ഞാൻ എന്ത് ചെയ്യണമെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൈജു എന്നും പറഞ്ഞ് എറണാകുളം സൈഡിൽ നിന്നൊരു സാക്ഷി ഉണ്ടായിരുന്നു, കോതാട്. ആ സാക്ഷ്യം നല്ല രസമാണ്. പുള്ളിക്കാരൻ ഒരു ഓഫ് ഷോർ റിഗിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഓഫ് ഷോർ റിഗ് എന്ന് പറയുന്നത് എണ്ണ ഖനനം ചെയ്തെടുക്കണ കടലിലെ എണ്ണക്കനിയാണ്. അതിലേക്ക് ബോട്ടിൽ ബോട്ടിലും കപ്പലിലൊക്കെ പോകും. അങ്ങനെ അതിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ 1 മാസം വർക്ക് ചെയ്യാം, പിന്നെ വീട്ടിൽ 1 മാസം നിൽക്കാം. കാര്യം അതെല്ലാം അപകട മേഖലയായത് കാരണം ഇങ്ങനെ ഒറ്റയടിക്ക് ജോലി കൊടുക്കത്തില്ല. റെസ്റ്റ് എടുത്താണ് ജോലി കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുള്ളിക്കൊരു പ്രശ്നം എന്താ വെച്ചാൽ പുള്ളിയുടെ കൈ രണ്ടും തളർന്നു പോയി. അത് കാൽഷിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു രോഗമാണ്. അസ്ഥികളിലൊക്കെ ഇങ്ങനെ എല്ല് വളർന്ന് കൂടും. അങ്ങനെ കൈ ജോയിൻസിൽ എല്ല് തന്നെ വളർന്ന് കൂടിയിരിക്കണ കാരണം കൈ പൊക്കാൻ പറ്റുന്നില്ല. കൈ ഇങ്ങനെ ഇടിച്ച് എല്ലി കിടക്കുകയാണ്. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞ് 2-3 ആശുപത്രി ആയുർവേദം ഇംഗ്ലീഷൊക്കെ മരുന്ന് കാണിച്ചെങ്കിലും ഒന്നും ശരിയായില്ല. പുള്ളിയുടെ ജോലി നഷ്ടപ്പെടാൻ പോവുകയാണ്. അപ്പോഴേ അദ്ദേഹത്തിന് അലോപ്പതി ചെന്നപ്പോഴേ സ്കാൻ ചെയ്ത് MRI ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് കാൽസിഫിക്കേഷനാണ്, കീ ഹോൾ ഓപ്പറേഷൻ ചെയ്യണം, 6 മാസത്തെ റെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. 6 മാസത്തെ റെസ്റ്റ് ഉണ്ടെങ്കിലും ഇയാളുടെ ജോലി എന്ന് പറയുന്നത് ഇയാൾ മെക്കാനിക്കാണ്. അപ്പോൾ പല സംഭവങ്ങളും എടുത്ത് പൊക്കേണ്ടി വരും. അല്ലെങ്കിൽ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ 6 മാസത്തെ റെസ്റ്റ് ആകുമ്പോൾ ജോലി പോവുകയും ചെയ്യും. അതാണ് എൻ്റെ ആപ്പടെ പുള്ളിക്ക് പ്രശ്നമായി. വേദനയാണെങ്കിൽ സഹിക്കാൻ പാടില്ല. പുള്ളിക്കാരനാണെങ്കിൽ ഭാര്യയ്ക്ക് വിശ്വാസമുണ്ട്, അമ്മയ്ക്ക് വിശ്വാസമുണ്ട്. ഇയാൾക്ക് വിശ്വാസം ഇല്ലെന്നൊന്നും പറയണില്ല, ഉണ്ട്. ഇങ്ങനെയുള്ള ഉടമ്പടി വിശ്വാസം, മാധ്യസ്ഥ വിശ്വാസമൊന്നുമില്ല. പുള്ളി പറയുന്നുണ്ട് സാക്ഷ്യത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല. സാക്ഷ്യം പുള്ളി ധരിച്ചു വെച്ചിരിക്കണത്, സാക്ഷ്യം എന്ന് പറയുന്നത് ഒത്തിരി അതിഭാവുകത്വം ഉണ്ടാകുന്നതാണ്. ഇല്ല 10 അനുഭവം ഉണ്ടെങ്കിൽ 100 പറയണതാണെന്നാണ് അത് പുള്ളി അത് കേൾക്കത്തില്ല. അപ്പം അതുകൊണ്ട് പക്ഷേ ഇപ്പോഴെന്താ പ്രശ്നം വെച്ചാൽ ഓപ്പറേഷൻ ചെയ്താലും ജോലി പോകും, ചെയ്തില്ലേ ജീവിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ അഴുകാൻ തുടങ്ങി. ഇങ്ങനെ കൈ പൊക്കാൻ പാടില്ലാതെ കൈ ഇങ്ങനെ കക്ഷത്ത് കിടന്ന് കക്ഷം അഴുകാൻ തുടങ്ങി. ഇപ്പോൾ വല്ലാത്തൊരു വിഷയത്തിലേക്ക് പുള്ളി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രി വേദന കൂടിയപ്പോൾ ഡോക്ടർ 3 ആഴ്ച കഴിഞ്ഞാണ് ഓപ്പറേഷൻ പറയണത്. അപ്പോൾ രാത്രി വേദന കൂടിയപ്പോൾ പുള്ളിക്കാരെന്ന് പറഞ്ഞ് നാളെ ഓപ്പറേഷൻ ചെയ്തെങ്കിൽ അത്രയും മതിയായിരുന്നു, സഹിക്കാൻ പറ്റാത്ത വേദനയെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ അവിടെ മേശപ്പുറത്ത് കൊന്ത ഇരിപ്പുണ്ട്. പുള്ളി കൊന്ത കയറി പിടിച്ചപ്പോൾ പുള്ളി മനസ്സിലിരിക്കണ ഇതാണ്, ഇതൊക്കെ സത്യമാണെങ്കിൽ എൻ്റെ വേദന കുറയും. മാതാവ് സത്യമാണെങ്കിൽ. കാര്യം മാതാവ് സത്യമല്ലെന്ന് പറയണ ഒരു സഭാവിഭാഗം കേരളത്തിൽ എന്തുമാത്രം ഉണ്ട് ഇല്ലേ? അതാണ് ആ പുള്ളി പറഞ്ഞു. മാതാവ് മധ്യസ്ഥതയിൽ പുള്ളി വിശ്വസിക്കണില്ല. അപ്പോൾ ഈ ജീവിക്കാൻ പറ്റാതെ പുള്ളി കൊന്തയെ പിടിച്ച പുള്ളി മനസ്സിൽ പറഞ്ഞ മാതാവെന്ന് പറഞ്ഞ
ആൾ സത്യമാണെങ്കിൽ എൻ്റെ വേദന രാത്രി കുറയും. അയാൾ പറഞ്ഞ് വായി നാക്കിയിട്ടില്ല 5 മിനിറ്റിലുള്ള വേദന കുറഞ്ഞ്. അപ്പോഴുടനെ പുള്ളിക്ക് മനസ്സിലായി മാതാവ് സത്യമാണെന്ന് മനസ്സിലായി. പുള്ളിക്കാരൻ പിറ്റേ ദിവസം വന്ന് ഉടമ്പടി എടുത്തിട്ട് ഉപ്പും അതുപോലെ തന്നെ തൈലം കൂടി ഉടമ്പടി തൈലം കൂടി ചേർത്ത് ഈ 2 ഭുജത്തും പെരട്ടി കഴിഞ്ഞ് പുള്ളി പിറ്റേ ദിവസം പള്ളിയിൽ പോയിട്ടും തിരിച്ചു വന്നപ്പോൾ കൈ അങ്ങോട്ട് പൊങ്ങി. കൈ പൊങ്ങിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത്, ഡോക്ടർ പറഞ്ഞിരിക്കണത്, ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഒരു മുസ്ലിം ഡോക്ടറാണ്, ഇത് അത്ഭുതമായിരിക്കണമല്ല എന്ന് പറഞ്ഞ്. എന്താണ് കാര്യം, എങ്ങനെ പൊങ്ങിയെന്ന് പുള്ളി ഡോക്ടറിനോട് പറഞ്ഞില്ല. പക്ഷേ ഡോക്ടർ പറഞ്ഞ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ്, വെയിറ്റൊന്നും എടുക്കരുതെന്ന് പറഞ്ഞ്. പക്ഷേ പുള്ളിക്കാരൻ 1 മാസം കഴിഞ്ഞപ്പോൾ വർക്കിന് പോയി. അയാൾ പറയണത് ഞാനിപ്പോൾ 25 കിലോ ഒക്കെ എടുത്ത് പൊക്കണുണ്ടെന്നാണ് പറയണത്. അതെന്ന് വെച്ചാൽ നമ്മൾ അയാളുടെ വിശ്വാസം തന്നെ വരെ കണ്ടില്ലേ, അയാൾക്ക് 0 ഫെയ്ത്താണ്. ബേസിക് ഫെയ്ത്തുണ്ട്, മാതാവിൽ പ്രത്യേകിച്ച് മാധ്യസ്ഥതയിൽ വിശ്വാസമില്ല. പക്ഷെ ഒരു വിഷയം വന്നപ്പോൾ ആപ്ലിക്കേറ്റ് ചെയ്യാൻ അയാൾ തയ്യാറായി അല്ലേ. ഈ കാര്യം വേറെ ഒരു ഓപ്ഷൻ ഇല്ല. കൊന്തക്കയറി പിടിച്ചപ്പോൾ അയാൾ പറയും എൻ്റെ കൊന്ത എൻ്റെ ജന്മത്തിൽ ഞാൻ കൈകൊണ്ട് എടുത്തിട്ടില്ലെന്നാണ് പറയണത്. പക്ഷെ ഇപ്പോൾ കൊന്ത കഴുത്തിട്ടുണ്ട് നടക്കുകയും. അതായത് ആ മനുഷ്യർ പറയണത് ഇതില്ല, നിങ്ങൾ സാക്ഷി കിടപ്പുണ്ട് നോക്കിയാൽ മതി, ഇന്നിടുന്നുണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു ലോകത്തേക്ക് അങ്ങനെ പോവുകയാണ്. ദൈവം നമ്മളെ കൈ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഇപ്പം ഞാൻ മാതാവിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിലരൊക്കെ പറയും, എൻ്റെ സഭാധികാരി തന്നെ ചില സമയത്ത് പറഞ്ഞിട്ടുണ്ട് എന്നോട്, ഇത് മരിയൻ ഡിവോഷനാണ്, ഓവറായിട്ട് പ്രൊമോട്ട് ചെയ്യണമെന്ന് പറയും. ചില അച്ഛന്മാരൊക്കെ പറഞ്ഞാൽ മരിയൻ ഡിവോഷനാണ്, ഓവറായിട്ട് പ്രൊമോട്ട് ചെയ്യണമെന്ന്. എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാതാവിനെ പ്രൊമോട്ട് ചെയ്യുകയില്ല, മാതാവിനെ ആരും പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ദൈവം പ്രൊമോട്ട് ചെയ്തോളും. ദൈവം പ്രൊമോട്ട് ചെയ്തിട്ടാണ് അവർ യേശുവിൻ്റെ അമ്മയായി വന്നിരിക്കുന്നത്, അല്ലാതെ മനുഷ്യന്മാർ പ്രൊമോട്ട് ചെയ്തിട്ടല്ല.